പ്രളയഭീതിയിൽ കേരളം. മഴക്കെടുതിയിൽ മരണം 7 മലപ്പുറത്ത് 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പൂഞ്ഞാറിൽ വീട് ഒലിച്ചുപോയി. അമ്മയും മകനും മരിച്ചു. നാളെയും അതിശക്തമായ മഴ തുടരും. തിരുവനന്തപുരം ഒഴികെ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട്. ദുരിതപ്പെയ്ത്തിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. അതിവേഗ നടപടികളുമായി സർക്കാർ. രക്ഷാസേനകൾ സജ്ജമെന്ന് മുഖ്യമന്ത്രി. റവന്യൂ മന്ത്രിക്ക് ഏകോപന ചുമതല. എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ലൈനുകൾ. സംസ്ഥാനത്ത് ആകെ 65 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ചയെന്ന് CPI. വടക്കൻ കേരളത്തിലും പെരുമഴ. കണ്ണൂർ പേരാവൂരിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി. തിരുവമ്പാടി മൂത്തപ്പൻപുഴയിൽ ചപ്പാത്ത് ഒലിച്ചുപോയി. കോഴിക്കോട് മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും. കാസർഗോഡ് ചിറ്റാരിക്കലിൽ ഉരുൾപൊട്ടൽ. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലും ഗുരുതര സാഹചര്യം. എറണാകുളം വെങ്ങൂരിൽ മരം വീണ് അങ്കണവാടി കെട്ടിടം തകർന്നു. വെള്ളത്തിൽ മുങ്ങി റാന്നി നഗരം. റാന്നിയിൽ രക്ഷാപ്രവർത്തനത്തിനായി മത്സ്യബന്ധന തൊഴിലാളികളും. വെള്ളക്കെട്ടിലായി പാല. ഈരാറ്റുപുഴ തൊടുപുഴ റോഡും വെള്ളത്തിൽ. കോതമംഗലം മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങി. ഉന്നതികൾ ഒറ്റപ്പെട്ടു. കടലിലും കെടുതി രൂക്ഷം. കൊല്ലം തങ്കശ്ശേരിയിൽ വള്ളം മറിഞ്ഞ് ഒരു മരണം. വിഴിഞ്ഞത്ത് നിന്നും പോയ 5 ബോട്ടുകൾ അപകടത്തിൽപ്പെട്ടു. മുതലപ്പൊഴിയിലും അപകടം. PM ശ്രീയിൽ ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷം. PM ശ്രീ വഴി കിട്ടുന്ന പണം ജനങ്ങളെ ഒറ്റുകൊടുത്തതെന്ന് പിണറായി വിജയൻ. പുനർജനി പദ്ധതിയിൽ VD സതീശൻ വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ്. ലണ്ടനിൽ പിരിച്ച തുക എങ്ങനെ മണപ്പാട് ഫൗണ്ടേഷനിലെത്തിയെന്നും ചോദ്യം.